ഇ.പി. ജയരാജന്റെ കുടുംബം ഉൾപ്പെട്ട വൈദേകം റിസോർട്ട് കേസിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കൈവശമുള്ള രേഖകൾ ഹാജരാക്കാൻ പരാതിക്കാരന് നോട്ടീസ് നൽകി. തുടർ നടപടികൾ ഉടൻ ഉണ്ടാകും എന്നാണ് സൂചന. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, പ്രതിപക്ഷം പ്രത്യേകിച്ച് കോൺഗ്രസ് വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ഒന്നാണ് വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ. അതിലാണ് ഇ.ഡി. ഇപ്പോൾ അന്വേഷണം ആരംഭിക്കുന്നത്. എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, നേരത്തെ തന്നെ ഇ.ഡി. പ്രാഥമിക അന്വേഷണം തുടങ്ങിയ ഒരു കേസാണ് വൈദേകം റിസോർട്ടിലെ കേസ്. എന്നാൽ ഇപ്പോൾ പരാതിക്കാരനോട് ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കാനാണ് ഇ.ഡി. ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഇ.പി. ജയരാജനെ ഈ കേസ് ബാധിക്കുമെന്നും തുടർ നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുമാണ് സൂചന. നേരത്തെ തന്നെ ഈ കേസിൽ ഞാൻ സൂചിപ്പിച്ചുള്ള പ്രാഥമിക അന്വേഷണം നടന്നിട്ടുണ്ട്. റിസോർട്ടിലെ നിക്ഷേപകരുടെ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കണമെന്നായിരുന്നു നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിരുന്ന പരാതി. റിസോർട്ടിന്റെ മറവിൽ നടന്നിരുന്ന മുൻ ചെയർമാൻ അടക്കമുള്ളവർ കള്ളപ്പണം വെളുപ്പിച്ചെന്നും നേരത്തെ തന്നെ സബ്മിറ്റ് ചെയ്ത പരാതിയിൽ പറയുന്നുണ്ടായിരുന്നു, ആരോപിക്കുന്നുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് ഇ.ഡി. നേരിട്ട് സൂചന നടത്തിയേക്കുമെന്ന ഉള്ള അന്ന് നേരിട്ട് അന്വേഷണം നടത്തിയിരിക്കുമെന്നൊരു സൂചന അന്നുണ്ടായിരുന്നു. പക്ഷെ അത് കുറച്ചു കാലത്തേക്ക് അതിനെപ്പറ്റി മറ്റൊരു വിവരവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോഴതല്ല. ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിരിക്കുന്ന ആൾ കൂടുതൽ അതിനെ തെളിയിക്കുന്ന അല്ലെങ്കിൽ പരാതിക്ക് ആസ്പദമായിട്ടുള്ള രേഖകൾ ഹാജരാക്കാൻ ഇ.ഡി. ആവശ്യപ്പെട്ടിട്ടുണ്ട്. തുടർ നടപടികൾ ഉണ്ടായേക്കാം. തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ ഇങ്ങനത്തെ ഒരു സാഹചര്യം ഒരു പക്ഷേ ഇ.പി.ഐയും CPM-നെയും പ്രതിരോധത്തിലാക്കിയേക്കാനാണ് സൂചന എന്നാണ് മനസ്സിലാക്കുന്നത്. ആജ്ഞ രവീന്ദ്രൻ ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.